ഗ്രോത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാ വലിക്കുക. അയ്യോ വലിച്ചിട്ട് ചിലപ്പോ എത്ര ഈ വലിച്ചിട്ട് ഇങ്ങനെ പറക്കില്ലേ? കുഴപ്പമില്ല. പോയില്ലേ എന്തൊക്കെ പോയില്ലേ? അത് നോക്കണം. അത് വേറെ നോ വഴി. അത് അതുകൊണ്ടാക്കിയ പോയിക്കും അല്ലേ? പക്ഷെ ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. എനിക്കൊന്ന് കുറച്ചും കേറുമ്പോഴേ എനിക്കങ്ങനെയാ ഫീൽ ചെയ്തത്. ചിലപ്പോ അടിയിലൊന്നും ചെയ്യേണ്ടി വരില്ലല്ലേ നമുക്ക്? ഇവിടെ രോമല്ലല്ലോ. ഇല്ല അവിടേക്കൊന്നും അധികം രോമ ഉണ്ടാവും. നിങ്ങള് കാണാത്ത കുഞ്ഞു കുഞ്ഞു വേനല്ല വലിച്ചു പിടിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് പുകച്ചിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലേ പറിച്ചതിന്റെ ഒരു ഇതേ ഉള്ളു. അല്ലാണ്ട് വേറെ അലർജി അങ്ങനെ തോന്നുന്നില്ല. ചൊറിച്ച് അങ്ങനെ തോന്നുന്നില്ല. പറിച്ചതിന്റെ ഒരു പോകുന്നിടത്തോളം പോട്ടെ. ഞാൻ ഇന്നലെ എന്തിനോ എന്നോട് പാല് വെക്കാൻ പറഞ്ഞ ഫ്രിഡ്ജ് കാണില്ല. ഫ്രിഡ്ജ് അടുപ്പ് അങ്ങോട്ട് വർക്ക് ഏരിയയിലേക്ക് മാറ്റിയതാ. നിങ്ങൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം കുപ്പി ഇത്രയും നിറച്ചു. അത് കുറച്ച് അധികം വലിച്ചില്ല. പോയില്ല അവിടെ ഉണ്ട്. ഇതിന്റെ എഫക്ട് തീർന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് മറ്റേ ഇത് ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഫേസിലും അല്ലെങ്കിൽ വ്യത്യാസം കളർ ഇവിടേക്ക് ഒരു ബ്ലാക്ക് ഇവിടെ കാരണം സ്കിന്ന് വലിയല്ലേ, അപ്പൊ പെട്ടെന്ന് പോരും. അപ്പൊ പെയിന് തീരെ അറിയില്ല. ആന്ന് പറയാനുള്ള സാധനമൊന്നുമില്ല. കട്ട 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 ഇവക്ക് പെയിൻ ടോളറൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ ഓവർ അല്ലെങ്കിൽ ഉള്ളതിനുള്ള ഓക്കെ, പക്ഷെ അല്ലാത്തതിനൊന്നും. ത്രെഡ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോ വല്യമ്മ ഞാൻ 7 പഠിക്കും പെട്ടെന്ന് ചെയ്തത് ത്രെഡ്. എന്നിട്ട് ഒരു ഭാഗം ചെയ്തിട്ട് മറ്റു ഭാഗം ചെയ്യാൻ സമ്മതിച്ചില്ല. അയ്യോ എന്നെ കൊല്ലല്ലേ. എനിക്കും വേനയാ. ഈ താഴത്ത് എടുക്കുമ്പോണ്ടല്ലോ ജീവൻ പോകുന്ന വേനയാ. വെള്ളം വരും. എനിക്കുണ്ട്. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. ഞാൻ ഇപ്പൊ റേസറാ. ഈ റേസർ കൊണ്ട് വയ്യ. ജസ്റ്റ് ഇത് വെച്ചിട്ട് ഷേവ്, പുറത്തേക്കുള്ളത് ജസ്റ്റ് ഷേവ് ചെയ്ത് ഒഴിവാക്കും, പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കും. അല്ലാതെ ഞാന് റേസർ വെച്ചാ കൊറേ ഞാൻ അങ്ങനെ ഇതാക്കല്ല. ഞാൻ ലാസ്റ്റ് ത്രെഡ് ചെയ്ത് ചേച്ചീന്റെ കല്യാണത്തിന്. ശരിക്കും സീരിയസ്ലി ഞാൻ പിന്നെ ചെയ്തിട്ടേ ഇല്ല. 6 വർഷമായി. ഞാൻ അതിന്റെ എനിക്ക് അതിന് ശേഷം എനിക്ക് ത്രെഡ് ചെയ്യാൻ ഇതൊരു അന്ന് ചെയ്തിട്ട് എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു എന്റെ കല്യാണത്തിനാണ്. ഞാനും ചെയ്തതില്ല. എനിക്ക് അല്ലാണ്ട് ഏച്ചനെ സെറ്റാക്കുന്ന എനിക്ക്. പക്ഷെ അങ്ങനെയല്ല, എന്റെ കാട് പോലെ വളരുന്നതിനെ കൊണ്ട് എന്റെ അത്ര വളരൂല. ഞാൻ തന്നെ ഷേവ് ചെയ്ത് കൊടുക്കും, ഫില്ല് ചെയ്ത് കൊടുക്കും. അല്ലാതെ എന്റെ പിരികത്തുമ്പിലേക്ക് ഞാൻ വേറെ അടുപ്പിക്കില്ല. എനിക്ക് താല്പര്യമില്ല. നല്ലോണം രോമം ഉണ്ടാവില്ല എനിക്ക്. അതാണ് പറ്റിയില്ല. അവിടെ നല്ല വേന ഉണ്ടാവും ചിലപ്പോ. പോയോ അവിടെ കുറച്ച് സോഫ്റ്റ് കാണില്ല. ഇതെന്താ അതിന്റെ ഇത് കഴിഞ്ഞിണ്ടാവും, എഫക്ട് കഴിഞ്ഞിണ്ടാവല്ലേ. ഞാൻ തരാം. ഈ എന്തിനാ ട്രൗസർ മാറ്റി? പിന്നെ എന്താ ഇതിന്റെ ട്രൗസർ ഉണ്ട്, അതൊരു കോഡ് സെറ്റ് പോലെ. എപ്പോഴും തന്നെ ചോറ് 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 ചോറ്. വ്ളോഗിന് മൊത്തം ചോറാ. ഇതെന്താ സ്രാവ? ഞാൻ സ്രാവ അങ്ങനെ കഴിക്കാറില്ല. എടുക്കണോ?
ഇല്ലില്ല, അയ്യോ. പരിപാടിൻ്റെ അന്ന് പോയിട്ടാണ് ഞാൻ ത്രെഡ് ചെയ്യുന്നത്. ഞാനൊരു 3 മാസമൊക്കെ കൂടുമ്പോഴാണ് ത്രെഡ് ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല കട്ടിയിലെടുക്കണം, അതാണ് എനിക്ക് വൃത്തി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം ഹെയർ ഗ്രോത്ത് ആയതിനു ശേഷം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും ലേറ്റ് ആക്കിയിട്ട് എടുക്കൽ. ഗൈസ്, ത്രെഡൊക്കെ ചെയ്തതാ ഇപ്പം മാറ്റാൻ വന്നിട്ടുള്ളത്. ഒരു കാർഡൊക്കെ പോയിക്കിട്ട്. അപ്പം ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഞാൻ റെഡിയായി. ഓക്കെ, നമുക്ക് പാർട്ടിക്ക് പോവാം. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണാം. എൻ്റെ ഔട്ട്ഫിറ്റ്, ഫുൾ ഔട്ട്ഫിറ്റ് ക്ലിയർ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. റൂം മൊത്തം അലങ്കോലമായിട്ടിരിക്കുകയാണ്. ഇനി വന്നിട്ട് വേണം അതൊക്കെ ക്ലീൻ ചെയ്യാൻ. റെഡി. നമ്മുടെ പാർട്ടി 3 മണിക്ക് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക ത്രെഡൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും 4 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ചേച്ചീൻ്റെയും ഫോട്ടോ വെച്ച് ഫ്ലെക്സിന് ചെറിയൊരു വർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മാറ്റി വരുമ്പോഴത്തേക്ക് 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫുഡ് കഴിക്കാൻ വന്നിട്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഈ ഒരു അപ്പമാണ് ട്രൈ ചെയ്ത്. ഊത്തപ്പം അങ്ങനെ എന്തോ ഒന്ന് പറയുക. ക്യാരറ്റും എന്താ പറയുക ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതില്ലാതെ ദോശയും ചുടുന്നുണ്ടായിരുന്നു അവിടെ. ഈ ഒരു ചട്നി ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് തക്കാളി ആയിരുന്നു അത്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ദോശയ്ക്ക് വെള്ള ചട്നീനെക്കാട്ടും ടേസ്റ്റ് അതായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എടുത്തു. ചൂടുണ്ട് നല്ല. കുഴപ്പമില്ലല്ലോ, ടേസ്റ്റ് ഉണ്ട്. ചട്നി ഇട്ടില്ല, രണ്ടും കൂടി മിക്സ് ആയിരിക്കും. ദോശ ഫാനല്ല ഞാൻ, തിന്നോക്കാച്ചിട്ട് ഇത് തിരിഞ്ഞേ. ദോശ വിത്ത് ചട്നി, തക്കാളി ചട്നി. അവരവിടുന്ന് ലൈവായിട്ട് ചൂടായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ അത് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം വീട്ടിലിങ്ങനെ ഒരു കല്യാണമൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ സത്യം പറഞ്ഞാൽ. ഞാനത് അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ടൊന്നും ഒരു കല്യാണം കൂടി വരാറുണ്ട്. അതിനും ഇതുപോലെ അടിച്ചു പൊളിക്കണം. 2 മാസമായിട്ട് 2 കല്യാണമാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്. അതും തൊട്ടടുത്ത്. എൻ്റെ വീടും തറവാടും അമ്മയുടെ വീടും മൂന്നും അടുത്തടുത്താണ്. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിലൊഴികെ മറ്റ് 2 സ്ഥലത്തും കല്യാണമാണ്. പിന്നെ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ഇതാരാന്ന് മനസ്സിലായോ? രാഘവനാണ്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അത്യാവശ്യം ഒരു പാർട്ടി ഫാമിലിയാണ് കേട്ടോ നമ്മുടെ ഫാമിലി. അച്ഛനും മൂത്ത വല്യച്ഛനും കോൺഗ്രസ്, നടുക്കുള്ള വല്യച്ഛൻ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വരാൻ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. നിറയെ ആളും ബഹളവും ആയിരിക്കും. ഗൈസ്, ഇവർ ഈ ഒരു ഫോട്ടോ ഫ്ലെക്സ് കണ്ടോ? അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു വർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടിരുന്നത് നേരത്തെ. അത് ഞാനും അമ്മയും കൂടി വന്നിട്ട് ചെയ്തതാണ്. അത് വെറുതെ കിടക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മുടെ ഡെക്കറേഷന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ബാക്കി അവരെ സൈഡിലിട്ടപ്പോൾ നമ്മൾ അതൊന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഗൈസ്, ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. സ്കേർട്ടും ടോപ്പും ഷോളും ആണ്. ഇതിങ്ങനെ തന്നെ അവിടുന്ന് ഞാൻ മേടിക്കാൻ പോയപ്പോൾ സിൽക്ക് മന്ദിറിൽ നിന്ന് അയച്ച് സ്റ്റൈൽ ചെയ്ത് തന്നു. അപ്പോൾ അതെനിക്കിഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ തന്നെ സ്റ്റൈൽ ചെയ്ത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യുന്നത്. ഗൈസ്, ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ ഗാനമേള ഉണ്ട്. ഞാനത് കാണിച്ചു തരാനായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗൈസ്, ഗാനമേള നടക്കുന്നുണ്ട്. അവിടെ ഒരുവിധം നല്ല ലേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം ദോശ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഗീ റൈസും അതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും ട്രൈ ചെയ്തു. ഒരുവിധം എല്ലാവരും അപ്പത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാനമേളൻ്റെ കുറച്ച് ആൾക്കാരും നമ്മുടെ ആ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാരും ഏട്ടന്മാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ സിസ്റ്റേഴ്സും ഭയങ്കര ഇതായിരുന്നു. നമ്മുടെ വീട്ടിലെ കല്യാണമാണ്, നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് ഫുഡ് കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കണം, എല്ലാം ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വാചകടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഞാനാകെ കഴിച്ചത് ദോശയും ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ദോശയും ഈ റൈസും മാത്രമാണ്. നമുക്ക് വേറെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഫുൾ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവലും ഫോട്ടോ എടുക്കലും വർത്താനം പറഞ്ഞ ഒരു മൂലയ്ക്ക് ഇരിക്കലും ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അധികം ഒന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു സാധനം തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് 11-12 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും.
അയ്യോ, ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഫുഡും കഴിച്ചു. ഇനിയിപ്പോ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവും. കണ്ണിൽ ലെൻസൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, നാളെ ഉടുക്കാനുള്ള സാരിയൊക്കെ സെറ്റാക്കണം. ബ്ലൗസിൻ്റെ കയ്യിലുണ്ട്. ഇനി അത് റെഡിയാക്കാം. ഇവിടെ ഗാനമേള ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് സൗണ്ട് കേൾക്കാൻ മതിയോ? ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും പോയി തുടങ്ങി. ഫുഡൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയി, എല്ലാവരും കഴിച്ചു. ഇനിയിപ്പോൾ നാളെ കല്യാണമാണ്. എത്ര പെട്ടെന്ന് ദിവസം പോയെന്നറിയില്ല. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോൻ്റെ ഇൻട്രോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇന്നത്തെ വ്ളോഗിൻ്റെ ഇൻട്രോ ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ആ കാര്യം വിട്ടു. ഞാൻ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത്, പക്ഷേ ഇൻട്രോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫുള്ള് തിരക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നാണ് കൈയൊക്കെ വാക്സ് ചെയ്തത്. അതും ആദ്യമായിട്ട് വാക്സ് ചെയ്തതാണ്, ഇന്നാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫുള്ള് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഓരോരുത്തർ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ മൂലയിൽ നിന്ന് ഡാൻസും കളിച്ച് പോകുമായിരുന്നു കേട്ടോ. അതാ ഇപ്പം ഈ തുള്ളിപ്പോകുന്നതാണ് എൻ്റെ പാലക്കാടുള്ള വിനുവേട്ടൻ. അങ്ങനെ ഓരോരുത്തർ ഓരോ മൂലയിൽ നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മുടെ വീട്ടിൽ തന്നെ വലിയൊരു കല്യാണം ആകുമ്പോൾ നമുക്ക് അത്രയും എൻജോയ് ചെയ്ത് ആരെയും നോക്കാതെ ഒന്നും നോക്കാതെ നമുക്ക് അത്രയും അടിച്ച് പൊളിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ സ്വന്തം വീട്ടിലെ കല്യാണമാണ്. അപ്പോൾ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അവിടെ എപ്പോഴും പാട്ടൊന്നും ഓഫാക്കിയിട്ടില്ല. ഞാൻ അപ്പോഴാണ് വീട്ടിലെത്തിയത്. പിന്നെ കുറേ പരിപാടിയുണ്ട്. എല്ലാവരും കിടന്നു. എനിക്ക് ഫുള്ള് ഫ്രഷായിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പോക്കണം, നാളത്തേക്കുള്ളതൊക്കെ ഇടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ, നാളത്തെ കല്യാണ വീഡിയോ കാണുന്നവരെ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ എനിക്ക് കല്യാണ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.